കൽക്കി 2898 AD സിനിമ റിലീസാകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളൊരു സാധാരണ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമ കാണുന്ന ആ ഒരു ഫീലോട് കൂടി പോയി കാണേണ്ട സിനിമയല്ല ഇത് അതിനൊക്കെ അപ്പുറമാണ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അപ്പുറമായിരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമയാണ് കൽക്കി എന്ന് പറയുന്നത്. 600 കോടിയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. കാരണം ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ VFXൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഈ ഒരു സിനിമയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡ്യൂൺ പോലെയുള്ള സിനിമകളുമായിട്ട് അങ്ങനത്തെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡൊക്കെ കാണിക്കുന്ന അങ്ങനത്തെ ഒരു ജോണറിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഇതിലെവിടൊക്കെയോ ഡ്യൂൺ എനിക്ക് ഫീൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽസ് വരുന്ന സമയത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ ഒക്കെ ഇത് ഡ്യൂൺ പോലെ ആകാം, അങ്ങനത്തെ ഒരു സിനിമയാകാം എന്നൊരു ഫീലുണ്ട്. അതേപോലെ തന്നെ ചില ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻസ് വരുന്ന സമയത്ത് കുറേ എന്താണ് ആ ഒരു പ്രൊവസിയൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊക്കെ ഈ ഡ്യൂണിൽ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. ജസ്റ്റ് അതിപ്പോൾ ഈ റെഫറൻസുകൾ വരാം, ഇംഗ്ലീഷ് സിനിമയുടെ പല സിനിമകളുടെ റെഫറൻസുകൾ വരാം. നാഗേഷൻ ഒരു എക്സ്പെരിമെൻ്റൽ സാധനമാണ് നമുക്കിതിനകത്ത് തരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. കാരണം പ്രഭാസിൽ തുടങ്ങി അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക, കീർത്തി സുരേഷ്, റാണ ഡക്കട്ടി, അങ്ങനെ കുറേ ആളുകൾ ഈ ഒരു സിനിമയിലുണ്ട്. അത് അത്രയും വലിയൊരു സിനിമയാണ്. ഇതൊരു 1 പാർട്ട് സിനിമയാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇതിന് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കാം, അല്ലെങ്കിൽ ഒരു 2nd പാർട്ട് കണ്ടേക്കാം എന്നൊക്കെ എനിക്ക് ജസ്റ്റ് ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് തോന്നി. കാരണം ഇങ്ങനെ ഒരു സിനിമ ചെയ്തു വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബാക്ക് സ്റ്റോറികൾ ഉറപ്പായിട്ടും വരും. ഫ്ലാഷ് ബാക്കുകളും ബാക്ക് സ്റ്റോറികളുണ്ട്. അപ്പം ആ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ പറയാനായിട്ട് ഇനി ഒരു സിനിമകൾ വരാം. അപ്പം ഈ ഒരു സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഇതിൻ്റെ ടീം, അതായത് നാഗശ്വന ടീം, കൽക്കി ടീം പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. ബുജ്ജി ആൻഡ് ഭൈരവ എന്ന് പറയുന്ന ഒരു അനിമേറ്റഡ് ഷോർട്ട് വീഡിയോ ഉണ്ട്. അതായത് ബുജ്ജി ആരാണ്, ഭൈരവ ആരാണ്, അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സിനിമയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു അനിമേഷൻ വീഡിയോ ആമസോൺ പ്രൈമിൽ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഹോട്ട്സ്റ്റാറിൽ എന്തോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സാധനം കണ്ടിട്ട് നിങ്ങളിത് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. കാരണം അതിൽ നമുക്കൊരു കണക്ഷൻ ഈ ഒരു ക്യാരക്ടേഴ്സിനോട് തോന്നും. ഇതിനകത്തെ ബുജ്ജി എന്ന് പറയുന്നത് ആ ഒരു ഭൈരവയുടെ കാറ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതിന് സൗണ്ട് കൊടുത്തിട്ടുള്ളത് കീർത്തി സുരേഷാണ്. അപ്പം അതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ലീഡിങ് 2 ക്യാരക്ടേഴ്സും, ഒരു AI, ഒരു നായകനും അങ്ങനെയാണ്. പിന്നെ ദീപിക ഇതിനകത്ത് പ്രഗ്നൻ്റ് ആയിട്ടാണ്. ആ ഒരു കുട്ടിയാണ് ഇതിൻ്റെ പ്രൊഫസി എന്ന് പറയുന്നത്. ദീപിക ഇതിനകത്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പം ദീപികയുടെ കുട്ടി ആണ് ഇതിനകത്ത് പ്രൊഫസി, അല്ലെങ്കിൽ ഇതിനകത്ത് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പം കോംപ്ലക്സിനെ പറയുകയാണെങ്കിൽ വല്ലാല, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂണിൽ ഹെവൻ എന്നൊക്കെ നമ്മൾ പറയില്ല. അതായത് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് കഴിഞ്ഞു എന്നാലും എല്ലാമുള്ള, ഇപ്പം നമ്മൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലം, അതാണ് കോംപ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം കൊണ്ടെന്ന് പറയപ്പെടുന്നു. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത്. നമ്മളുടെ ഭൈരവി അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം ഭൈരവി അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നതും, ഭൈരവ വേറെ പ്രശ്നങ്ങളിൽ ചെന്ന് ഇട്ടിട്ട് ഭൈരവ നേരെ കോംപ്ലക്സ് അല്ല അതിനെതിരെ തിരിയുന്നതൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ യൂഷ്വലി അങ്ങനെ ആവണമല്ലോ. അങ്ങനെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ ഭയങ്കര പവർഫുള്ളായിട്ടൊരു ക്യാരക്ടറാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ഡെവലപ്മെൻറ്റ് വേൾഡാണ് കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ലോജിക്കിനെ എല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് മാത്രമേ ഈ ഒരു സിനിമ കാണാനായിട്ട് പോകും. കാരണം ഈ സിനിമ കാണാനായിട്ട് ചെന്നിട്ട് ഇതിന് ലോജിക്കില്ലല്ലോ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ ഡ്യൂൺ കണ്ടപ്പോഴും അല്ലെങ്കിൽ ഫ്യൂരിയോസ കണ്ടപ്പോഴും ഒന്നും നമ്മൾ ഈ ഒരു ലോജിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയണമല്ലോ. അപ്പം അതേപോലെ നമ്മളൊരു ഹോളിവുഡ് സിനിമ എങ്ങനെയാണോ കാണാനായിട്ട് പോകുന്നത് ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി തന്നെ പോയി കാണുക. നിങ്ങൾക്ക് എൻ്റെ ഒരു ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ലോജിക്കലി ചിന്തിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഡയറക്ടർ നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മൾ ഡ്യൂണിൽ കണ്ടപ്പോഴും ഇതൊക്കെ തന്നെയല്ല. ഡ്യൂണിൽ ഡ്യൂണിൽ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് പോലത്തെ അഡ്വാൻസ്ഡ് വേൾഡാണ് കാണിക്കുന്നത്. അതിനകത്ത് കുറച്ച് ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സെയിം സാധനം തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്, പക്ഷേ ഒരു ഇന്ത്യൻ വേർഷൻ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് കാണിക്കുന്നത് ആ ഒരു കാശിയൊക്കെയാണ്. അതായത് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാശി കാണിക്കുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കാശി. ഈ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാവർക്കും ചെല്ലേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ എംപറർ രാജാവുള്ളത്, എംപറർ ഉള്ളത്. അപ്പം പുള്ളിയെ കൊല്ലാനായിട്ടാണ് ഈ ഒരു പുതിയ ദീപികയുടെ ചൈൽഡ് വരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാവരും. അങ്ങനെ ഈ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് ഭൈരവ വരുന്നു. അമിതാഭ് ബച്ചൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ ഭൈരവ സത്യങ്ങൾ അറിയുന്നതും അതൊക്കെയായിരിക്കും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം.
സിനിമ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സിനിമ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സിനിമയൊക്കെ വരേണ്ടതാണ്. ഇതിൻ്റെ നായികയായിട്ടുള്ളത് നമ്മളുടെ ആരുടെ ഭൈരവയുടെ നായികയായിട്ട് റോക്സിയാണ്. ദിശ പട്ടാണിയാണ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു വലിയ കാസ്റ്റ്. അതേപോലെ തന്നെ സന്തോഷ് നാരായണനാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡയറക്ടറിന് എടുത്തു പറയേണ്ടതാണ് നാഗ് അശ്വിൻ. 3-4 സിനിമ ചെയ്തിട്ടുണ്ട്. നാഗ് അശ്വിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയിരിക്കും ഈ ഒരു കൽക്കി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഇത്രയും വലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഇത്രയും വലിയ ബഡ്ജറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് 600 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. 600 കോടി ഒരു ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ ഒരു 1200 കോടി വരണം. 1200 കോടി വരിക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്, വലിയൊരു ചലഞ്ചാണ്. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് വിജയാന്തി ഫിലിംസാണ്. അപ്പം ആ ഒരു പ്രൊഡക്ഷൻസ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഗേഷിൻ്റെ വൈഫിൻ്റെ കമ്പനിയാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി കമ്പനിയാണിത്. അപ്പോൾ അവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയുമാണ് ഈ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതിനകത്ത് VFX ആയിരിക്കും ഇതിൻ്റെ 90% കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം VFXൽ എവിടെയെങ്കിലും ഗ്ലിച്ചും ഫെയിലിയറൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമയെ അത് ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ട്രെയിലർ ഇപ്പം 2 ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു ഒറിജിനൽ ട്രെയിലറും ഒരു തിയേറ്ററിക്കൽ ട്രെയിലറും വന്നിട്ടുണ്ട്. അങ്ങനെ 2 ട്രെയിലർ വന്നിട്ടുണ്ട്. ആ 2 ട്രെയിലറിൽ വളരെ വൃത്തിക്ക് ആദിപുരുഷ് നമ്മൾ കണ്ടതുപോലെയല്ല, വളരെ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് VFX ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ആ ബുജ്ജി എന്ന് പറയുന്ന നമ്മുടെ ഭൈരവയുടെ കാറ് അത് ഒറിജിനൽ സാധനമാണ്. ഒറിജിനലി മഹേന്ദ്രയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിനിമ ടീമുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്തൊരു കാറാണ്. അത് ഒറിജിനലാണ്. ഹൈദരാബാദ് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റോഡിൽ കാണാൻ പറ്റും. ചില ഇതിൻ്റെ പ്രൊമോഷനായിട്ട് കുറേ സ്ഥലങ്ങളിൽ ആ ഒരു കാറ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം VFX ആയിരിക്കും. പിന്നെ നമ്മളുടെ കമലഹാസൻ്റെ ക്യാരക്ടർ കലിയെന്നാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ കാണണം. അല്ലെങ്കിൽ എന്താണെന്നെങ്കിൽ ഒരു ഊഹം വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ ടീസ് ചെയ്ത് പോകണം. ഇത് ക്യാരക്ടറിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ, ക്യാരക്ടർ കാണിച്ചു പോകുന്നേ ഉള്ളൂ. നമ്മളിതെല്ലാം ഒരു ഊഹം വെച്ചിട്ടാണ് ഈ സിനിമയെ പറ്റി പറയുന്നത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. ഒരു നല്ല സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷ തരുന്നുണ്ട്. ഇതിനകത്തൊരു ഇൻറ്റിമേറ്റ് ഫൈറ്റ് സീനും അല്ലെങ്കിൽ ഒരു വാർ സീനുകളൊക്കെ കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അവസാനത്തെ ട്രെയിലറിനകത്ത് അത് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്കായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് ഇനി എന്താണ് ഭൈരവയുമായിട്ടുള്ള റിലേഷൻ ഇവരൊക്കെ തമ്മിൽ എന്നുള്ളത് മാത്രമാണ് എനിക്കറിയേണ്ടത്. എന്തായാലും ഒരു സ്ട്രേഞ്ചർ ആവില്ല, ഭൈരവയ്ക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഇവരുമായിട്ട് കാണും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ആവണമല്ലോ. നായകനും ആ ഒരു ദീപികയുടെ ക്യാരക്ടറും ഒക്കെ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. ആ കണക്ഷൻ എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോഴേ പറയാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെ സ്റ്റോറിയും നാഗേശ്വരൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി കുറേ ഹോളിവുഡ് സിനിമകൾ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തതെന്ന് എനിക്ക് സിനിമയുടെ ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായത്. കാരണം ആ ഒരു ഫസ്റ്റ് ട്രെയിലറിലെ കുറേ ഇംഗ്ലീഷ് സിനിമകളുടെ ഹോളിവുഡ് സിനിമകളുടെ കിടിലൻ റെഫറൻസുകളുണ്ട്. അത് വളരെ നല്ലതാണ്. പുള്ളി ഇത്രയും റിസർച്ച് ചെയ്തിട്ടൊരു സിനിമ എഴുതുന്ന സമയത്ത് പുള്ളി അതിനുള്ള നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ടുള്ള ലോജിക്കൽ സാധനങ്ങളെല്ലാം എഴുതിയിട്ടായിരിക്കും സിനിമ ചെയ്തു വെച്ചിട്ടുള്ളതെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. എന്തായാലും സിനിമ വരാനായിട്ട് ഇനി വെറും ഒരാഴ്ചയേ ഉള്ളൂ. ജൂൺ 27-നാണ് സിനിമ റിലീസാകുന്നത്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ പോയി കാണുക. കാരണം നമുക്ക് ലൈഫ് ടൈമിൽ കിട്ടുന്ന വല്ലപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഒരു എപ്പിക് സിനിമ എന്ന് പറയേണ്ടി വരും ഈ ഒരു കൽക്കി 2898 AD. അതായത് ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മേക്ക് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടും ഇത്രയും വലിയ ബഡ്ജറ്റിലൊരു സിനിമ ഉണ്ടാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മേ ബി ഫ്യൂച്ചറിലുണ്ടാകും, പക്ഷേ ഈ അടുത്തൊന്നും ഇനി ഇങ്ങനെ ഇത്രയും വലിയ ബഡ്ജറ്റിലൊരു സിനിമ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും വലിയൊരു സിനിമ നമ്മളുടെ ഭാഷയിൽ ഇറങ്ങുന്ന സമയം നമ്മൾ പോയി കാണുക. നമ്മൾ പല ഹോളിവുഡ് സിനിമകളും പോയി കാണുന്നതാണ്. അതിലും ഫീലോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും കൽക്കി 2898 എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ റിലീസായി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മളുടെ എക്സ്പെക്റ്റേഷനാണ്. ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇത് ശരിയാകാം, തെറ്റാകാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല സ്റ്റോറി നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ഫാൻ തിയറികൾ എപ്പോഴും ഒരു 50-50 ചാൻസേ വരികയുള്ളൂ. കാരണം നമ്മൾ പറയുന്നത് നമ്മൾ ആ ട്രെയിലറിൽ കണ്ട സാധനങ്ങളാണ്. ചിലപ്പോൾ ഈ ട്രെയിലറിൽ കണ്ട സീനുകളൊന്നും സിനിമയിൽ കാണണം എന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു നല്ല സിനിമയാണെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. ട്രെയിലർ കണ്ട പ്രതീക്ഷയിലാണ് പോയി കാണുന്നത്. എന്തായാലും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ. അപ്പം അത്രയുമാണ് ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചുരുക്കം ചില സാധനങ്ങൾ എന്ന് പറയാനുള്ളത്. അപ്പം നിങ്ങൾ പോയി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, കാണുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.